ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ ചെന്ന് ഹിമാലയത്തിനോട് യാചിച്ച് ഈ വിവാഹം നടത്തി തന്നാൽ അത് വളരെ മംഗളകരമായി തന്നെ നടന്നുകൊള്ളും. ഇനി അതുമാത്രമല്ല, നിങ്ങൾ ചെന്ന് ചോദിക്കുന്നത് ആരോടാണ്? മഹാത്മാവായ ഹിമാലയത്തിനോടാണ്. അപ്പോൾ ആ ഹിമാലയത്തിനോട് സംബന്ധപ്പെട്ടാലും അത് എനിക്ക് ഒരു ഭാഗ്യമായി തീരും. എനിക്ക് അതിലൊന്ന് പശ്ചാത്തപിക്കേണ്ടി വരികയില്ല. അത്തരമുള്ള ബന്ധങ്ങൾ വളരെ ശോഭനകരമായിരിക്കും എന്നാണ് മഹാദേവൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഉന്നതേന സ്ഥിതിമതാ ധുരമുദ്വഹദാ ഭുവഃ തേന യോജിത സംബന്ധം വിത്ത മാമപ്യവഞ്ചിതം. ഉന്നതേന സ്ഥിതിമതാ ധുരമുദ്വഹദാ ഭുവഃ തേന യോജിത സംബന്ധം വിത്ത മാം അപ്യവഞ്ചിതം. ഉന്നതേന സ്ഥിതിമതാ ധുരം ഉദ്വഹദാ ഭുവഃ തേന സംയോജിത സംബന്ധം വിത്ത മാം അഭി അവഞ്ചിതം. ഉന്നതേന സ്ഥിതിമതാ ധുരമുദ്വഹദാ ഭുവഃ തേന. ഉന്നതനും സ്ഥിതിമാനും ധുരം ഭാരത്തെ ഭുവഃ ധുരം ഉദ്വഹദ ഭൂമിയുടെ മുഴുവൻ ഭാരത്തെ വഹിക്കുന്നവനും ആയ തേന യോജിത സംബന്ധം മാം യോജിപ്പിക്കപ്പെട്ട സംബന്ധത്തോടുകൂടിയ ബന്ധം സ്ഥാപിക്കപ്പെട്ട മാം നിങ്ങളാൽ ബന്ധം സ്ഥാപിപ്പിക്കപ്പെട്ട മാം എന്നെ അവഞ്ചിതം വിത്ത അവഞ്ചിതനായിട്ട് വിത്ത അറിഞ്ഞാലും എന്നാണ്. വിത്ത നിങ്ങൾ ബഹുവചനം, അറിഞ്ഞാലും മധ്യമപുരുഷൻ ബഹുവചനം, വിത് ധാതുവിൻ്റെ. അപ്പോൾ ഉന്നതേന സ്ഥിതിമതാ ഭുവഃ ധുരം ഉദ്വഹദ. ഉന്നതേന അത്യുന്നതനും, രണ്ട് തരത്തിലും. ആ ഭൗതിക രൂപം അത്യുന്നതമാണ്, അതുപോലെ ആത്മീയ രൂപവും അത്യുന്നതമാണ്. ആ ദൈവികമായ രൂപവും അത്യുന്നതനാണ് ഹിമവാന്റെ. പിന്നെ സ്ഥിതിമതാ, സ്ഥിതിമാനാണ്, ഉറച്ചിരിക്കുന്നവനാണ്. അതും ഈ രണ്ട് രൂപത്തിനും ഉറപ്പിച്ചിരിക്കുന്നവനാണ്. എന്തിനെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്? അതടുത്തതിൽ പറയുന്നുണ്ട്. സ്ഥിതിമത, ഇവിടെ സ്ഥിതിമത സ്ഥിതിമാനാണ്, സ്വയം ഉറച്ചിരിക്കുന്നവനാണ്. സ്വയം ഉറച്ചിരിക്കുന്നവനെ മറ്റൊരാളെ ഉറപ്പിച്ചിരുത്താൻ കഴിയുള്ളൂ. അതടുത്തതിൽ ഭുവഃ ധുരം ഉദ്വഹദ. ഭുവഃ ഭൂമിയുടെ, ഭൂഹു ഭുവൗ ഭുവഃ. ഭൂഹു എന്നുള്ള സ്ത്രീലിംഗാണ്. ഭൂഹു ഭുവൗ ഭുവഃ. അവിടെയല്ല അവിടെ വരുന്നത്. നമ്മളിവിടെ അതിങ്ങനെ പറഞ്ഞാൽ ഷഷ്ഠി ഏകവചനത്തിലും ഭുവഃ എന്ന് തന്നെയാണ് വരിക. അപ്പോൾ ഭുവഃ ഭൂമിയുടെ, ധുരം ഉദ്വഹദ ധുരം ഭാരത്തെ ഉദ്വഹദ വഹിക്കുന്നവനും ആയ തേന അദ്ദേഹത്താൽ, ഹിമാലയത്താൽ യോജിത സംബന്ധം യോജിപ്പിക്കപ്പെട്ട ബന്ധത്തോടുകൂടിയ മാം എന്നെ നിങ്ങൾ അവഞ്ചിതം വിത്ത അവഞ്ചിതനായിട്ട് അറിഞ്ഞാലും, വഞ്ചിക്കപ്പെടാത്തവനെന്ന് അറിഞ്ഞാലും. അപ്പോൾ ഉന്നതനും സ്വയം ഉറച്ചിരിക്കുന്നവനും ഭൂമിയുടെ ഭാരത്തെ വഹിക്കുന്നവനുമായ ആ പാർവതി പിതാവിനാൽ എൻ്റെ ബന്ധം, അദ്ദേഹത്തിനോട് യോജിപ്പിക്കപ്പെട്ട ബന്ധത്തോടു കൂടിയ ഞാൻ, അദ്ദേഹത്തോട് നിങ്ങൾ ബന്ധപ്പെടുത്തിയ ഞാൻ, എന്നെ എന്നർത്ഥം അവഞ്ചിതം വിധി, അവഞ്ചിതനായിട്ട് അറിഞ്ഞാലും, ഈ ബന്ധം അബദ്ധമാകാത്തതാണെന്നറിഞ്ഞാലും, വിപരീതമായിട്ട് ഭവിക്കാത്തതാണെന്ന് അറിഞ്ഞാലും, അങ്ങനെയുള്ള ഞാൻ ഭാഗ്യവാനാണെന്ന് അറിഞ്ഞാലും, അവഞ്ചിതൻ വിധിയാൽ വഞ്ചിതനാകാത്തവൻ, കാര്യങ്ങളാൽ വിപരീതം ആക്കപ്പെടാത്തവൻ, അതിനെക്കുറിച്ച്
ഇനി ഈ ബന്ധത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് പെട്ടുവല്ലോ എന്ന പശ്ചാത്താപം തീരെ ഒരിക്കലും തന്നെ തോന്നേണ്ടാത്തവൻ. അതെന്താ കാരണം? അദ്ദേഹത്തിൻ്റെ മഹാത്മ്യമാണ്, ആ പിതാവിൻ്റെ മഹാത്മ്യമാണ്. അദ്ദേഹം എങ്ങനെയുള്ളവനാണ്? ഉന്നതനാണ്, അതീവ ഉത്തുംഗമായ ശൃംഗങ്ങളോട് കൂടിയവനാണ്, അതേപോലെയുള്ള ആത്മീയ ശക്തിയോട് കൂടിയവനാണ്, ദൈവിക ശക്തിയോടും ഐശ്വര്യങ്ങളോടും കൂടിയവനാണ്. പിന്നെ സ്ഥിതിമാനാണ്, ഉറച്ചിരിക്കുന്നവനാണ്. പിന്നെയോ ഭുവഹ ഭാരമുദ്വഹത, ഈ ഭൂമിയുടെ ഭാരം മുഴുവനും വഹിക്കുന്നവനാണ്. നേരത്തെ പറഞ്ഞതാണ് ഈ ഭൂമിയുടെ ഭാരം എങ്ങനെയാണോ നട്ടെല്ല് ശരീരത്തെ വഹിക്കുന്നത്, അതേപോലെ മറ്റ് എല്ലുകളും അതിനോട് സംബന്ധിച്ച മറ്റ് അസ്ഥികളും ഒരു ശരീരത്തെ വഹിക്കുന്നത് പോലെ ഈ ഭൂമിക്ക് അസ്ഥി തുല്യമായിട്ട് ഭൂമിയെ നിലനിർത്തുന്നത് ഈ പർവ്വതങ്ങളാണ്. അതിൽ വെച്ച് ഏറ്റവും ഉന്നതനും ശ്രേഷ്ഠനുമാണ് ഹിമാലയം. അതുകൊണ്ട് തന്നെ ഭുവഹ ഭാരം ഉദ്വഹത, ഈ ഭൂമിയുടെ ഭാരത്തെ വഹിക്കുന്നവനും ഏറ്റവും വലിയ ഏറ്റവും ഉന്നതനായ പർവ്വതമായതുകൊണ്ട് ഈ ഭൂമിയുടെ ഭാരത്തെ ഒട്ടാകെ ധരിക്കുന്നവനും ആയ. എന്ന് മാത്രമല്ല, അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയുടെ ഭാരം ഭൂമി നിലനിർത്താൻ കാരണമായിട്ടുള്ളത് എന്നുള്ളത് ഈ ഭൗതികമായ ഭൂമിയെ മാത്രമല്ല, ആ ഭൂമിയിൽ നിൽക്കുന്ന ആ ഭൂമിയെയും ആ ഭൂമിയിൽ ഉള്ള എല്ലാ ജീവജാലങ്ങളെയും വസ്തുക്കളെയും നിലനിർത്തുന്നവനാണ്. അതിന് ആണ് ഈ ധർമ്മത്തെ പരിപാലിക്കുന്നവനാണ്. ആ ധർമ്മത്തിന് വേണ്ട ധർമ്മമൂലമായിട്ടുള്ള യജ്ഞത്തെ പരിപാലിക്കുന്നവനാണ്. ആ യജ്ഞത്തെ മുഴുവനും യജ്ഞാംഗങ്ങളെ മുഴുവനും പരിപാലിക്കുന്നവനാണ്. അതുമാത്രമല്ല, പണ്ട് ഭൂമിയിലെ നഷ്ടപ്പെട്ടു പോയ എല്ലാ ശ്രേഷ്ഠ വസ്തുക്കളെയും തിരിച്ചു കൊണ്ടുവന്നവനാണ്. ഇങ്ങനെയുള്ള എല്ലാ മാഹാത്മ്യത്തോടും കൂടിയവനും ഹിമവാൻ പശുക്കുട്ടിയായി ഭൂമിയിലെ എല്ലാ രത്നങ്ങളും കറന്നെടുത്തു എന്നൊക്കെയാണ് കഥകളുണ്ട്. അതൊക്കെ 1-ാം സർഗത്തിൽ ആ കഥകളൊക്കെ നമ്മൾ ഇതിൽ സ്മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാത്മാവായ ഹിമവാനോട് നിങ്ങൾ നടത്തി തരുന്ന എൻ്റെ ഈ ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തെക്കുറിച്ച് എനിക്കൊരിക്കലും പിന്നീട് അങ്ങനെ നിങ്ങൾ നടത്തി തരുന്ന ആ ബന്ധത്തെക്കുറിച്ച് പിന്നീട് എനിക്ക് ഒരിക്കലും പരിതപിക്കേണ്ടി വരില്ല. കാരണം അത് നടത്തി തരുന്നത് നിങ്ങളാണ്. അതിൽ ഞാൻ ബന്ധപ്പെടാൻ പോകുന്നത് ഹിമവാനോടാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലോകത്തിന് മുഴുവനും മംഗളകരമാകാൻ പോകുന്ന മംഗളകരമായ ഈ ഒരു യജ്ഞത്തിൽ പങ്കുകൊള്ളാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അത് നിങ്ങൾ ദയവായി നിർവഹിച്ചാലും എന്നാണ് മഹാദേവൻ്റെ വാക്കുകൾ.